ഹായ്, എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്ത് ഞാനിവിടെ ദോശയും സമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ചേട്ടൻ ഇന്നിരിക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഐറ്റമാണ് ദോശ എന്നുള്ളത്. പിന്നെ സാമ്പാറാണ് പൊതുവേ ഇവിടെ ഉണ്ടാക്കാറ്. ഇന്ന് പിന്നെ ഞാൻ മാറ്റിപ്പിടിച്ചു, സാമ്പാറിന് പകരം സമ്മന്തിയാക്കി. പിന്നെ ഉച്ചക്കത്തേക്ക് നല്ല ചൂരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ചു, മുളകിട്ട് കറി വെച്ചു. ഞാൻ കോട്ടയം സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബീൻസ് തോരൻ വെച്ചു. ബീൻസ് തോരൻ്റെ വീഡിയോ ഞാൻ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഞാനൊരു എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്കനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്ന് വലിയ വിഭവങ്ങളൊന്നുമില്ല. അച്ചാറും ഈ ബീൻസ് തോരനും പിന്നെന്താണ് കപ്പ വേവിച്ചതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചൂരക്കറി ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂട്ടി എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ മറ്റൊരാൾക്ക്, അല്ല എൻ്റെ പിള്ളേർക്ക്, എൻ്റെ ചേട്ടന് അങ്ങനെ സെർവ് ചെയ്തിട്ടാണ് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുക. പക്ഷേ ഇന്നത് ഞാൻ മാറ്റി പിടിച്ചു കേട്ടോ. കാരണം എനിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് തോന്നി. കാരണം ആ ചൂരക്കറിയുടെയൊക്കെ മണം മൂക്കിലോട്ട് അടിച്ച് കയറിയിട്ട് എനിക്കെൻ്റെ കൺട്രോൾ പോയി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് അത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് ചൂരക്കറിയൊക്കെ വെക്കുക എന്നൊന്നും കൂടെ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ അറിയിച്ചേക്കുക കേട്ടോ. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ പിന്നെ കാണാം. ടാറ്റാ.